ഡയറക്ടർ ജോഷി സംവിധാനം ചെയ്ത് മോഹൻലാലും അമല പോളും മെയിൻ റോൾസിൽ എത്തുന്ന ഫിലിമാണ് ലേല ഓ ലേല. സുരേഷ് നായരാണ് ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഫൈൻ കട്ട് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സന്തോഷ് കോട്ടായി, ബിജു ആന്റണി, പ്രീത നായർ എന്നിവർ ചേർന്നാണ് ലേല ഓ ലേല പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡിവോഴ്സിയായ ഒരു എക്സ്പോർട്ടിംഗ് എക്സിക്യൂട്ടീവായാണ് ഇതിൽ മോഹൻലാൽ ചെയ്യുന്ന ജയമോഹൻ എന്ന ക്യാരക്ടർ. വർക്കഹോളിക്കായ ജയമോഹനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യയായി രമ്യ നമ്പീഷനും ഈ ഫിലിമിൽ എത്തുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി എന്ന അമല പോളിന്റെ ക്യാരക്ടർ ജയമോഹന്റെ ലൈഫിലേക്ക് വരികയും അവർ പ്രണയത്തിലാകുകയും അഞ്ജലിയുടെ അച്ഛന്റെ സമ്മതം കൂടാതെ വിവാഹിതരാകുകയും ചെയ്യുന്നു. അഞ്ജലിയുടെ അച്ഛനായ ഡോക്ടർ മേനൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ജോയ് മാത്യു ആണ്. ഈ സമയത്താണ് ഇന്ത്യൻ ഗവൺമെന്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ തടുക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ കീഴിൽ ഒരു സ്പെഷ്യൽ വിങ് ഫോം ചെയ്യുന്നത്. ഫിലിമിൽ കുറച്ച് ഇൻസിഡൻസിന് ശേഷമാണ് ജയമോഹൻ ഒരു നാഷണൽ ഇന്റലിജൻസ് ഏജന്റ് ആണ് എന്ന് റിവീൽ ചെയ്യുന്നത്. ഷഹീദ് ഖാൻ എന്ന ക്യാരക്ടറായി സത്യരാജ് ജയമോഹന്റെ ചീഫായും അഭിനയിക്കുന്നുണ്ട്. ഈ രണ്ടുപേരും ചേർന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പിനെതിരെയുള്ള ഒരു മിഷനിലാണ്. ഈ മിഷൻ ജയമോഹന്റെ ഫാമിലി എഫക്ട് ചെയ്യുന്നതും കുടുംബത്തെയും രാജ്യത്തെയും ജയമോഹൻ രക്ഷിക്കുന്നതും ഒക്കെയാണ് ഫിലിമിന്റെ പ്ലോട്ട്. മോഹൻലാൽ ആസ് യൂഷ്വൽ എഫേർട്ട്ലെസ് ആയിട്ടുള്ള വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ ഫിലിമിലും ചെയ്തിരിക്കുന്നത്. അഞ്ജലിയായി എത്തിയ അമല പോളും തന്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആ ക്യാരക്ടറിന് ഫിലിമിൽ കാര്യമായി പെർഫോം ചെയ്യാനില്ല എന്ന് വേണം പറയാൻ. ഷഹീദ് ഖാന്റെ ക്യാരക്ടർ ചെയ്ത സത്യരാജും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് വെൻ കംസ് ടു ജോയ് മാത്യു, യൂഷ്വൽ ക്ലീഷേഡ് പെർഫോമൻസിൽ തന്നെ പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഇത്തവണയും. സീംസ് ലൈക്ക് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഹി സ്റ്റാർട്ട് എക്സ്പെരിമെന്റിംഗ് വിത്ത് ക്യാരക്ടേഴ്സ്. രാഹുൽ ദേവ്, ജുനൈദ് ഷേഖ്, അശ്വിൻ മാത്യു, വിജയ് മേനൻ, കിരൺ രാജ്, ശ്രീരാഗ് നമ്പ്യാർ, അഭിജിത്ത് പോൾ, കൈനാട്ട് അറോറ, അഞ്ജലി ഉപാസന എന്നിവർ സപ്പോർട്ടിംഗ് കാസ്റ്റിലും എത്തിയിട്ടുണ്ട്. ലേല ഓ ലേലയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ല ഈ സ്ക്രിപ്റ്റിന്റെ എന്ന് പറയാതെ ഒരു നിവൃത്തിയില്ല. ഫസ്റ്റ് ഹാഫ് നന്നായി എടുത്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ടോട്ടലി ഡിസപ്പോയിന്റിംഗ് ആണ്. യൂഷ്വൽ ക്ലീഷേ ട്വിസ്റ്റും ക്ലൈമാക്സും ഒക്കെ തന്നെയാണ്. എസ് ലോകനാഥന്റെ സിനിമറ്റോഗ്രഫിയും ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഇംപ്രസീവ് ആണ്. ബട്ട് പാട്ടുകളുടെ കാര്യത്തിൽ ഇത്തവണ ഗോപി സുന്ദർ അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിട്ടില്ല. പിന്നെ ശ്യാം ശശിധരന്റെ എഡിറ്റിംഗും വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. 2 hours 50 minutes നീണ്ടു നിൽക്കുന്ന ഈ ഫിലിം ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടൽ കൊണ്ട് തന്നെ നന്നായി ബോറടിപ്പിക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റൊമാൻസ് ഡ്രാമ പ്രേക്ഷകർക്ക് വളരെയധികം ഡിസപ്പോയിന്റിംഗ് ആയിരിക്കും.